നമുക്കൊപ്പം സംവിധായകൻ ശ്രീ കമൽ കൂടി ചേരുകയാണ്. ശ്രീ കമൽ, അങ്ങ് ഇപ്പോഴാണ് ഈ മരണവാർത്ത അറിഞ്ഞതെന്നാണ് ഞാൻ നമ്മുടെ പ്രൊഡക്ഷൻ ടീമിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് മലയാളത്തിൻ്റെ കലാമൂല്യമുള്ള സിനിമകളെ അന്തർദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവന്ന ഷാജിയൻ കരുണിനെ അങ്ങ് ഓർക്കുന്നത്? ഒരുപാട് ഓർമ്മകളുണ്ട്. അതിപ്പോ ഞാൻ സിനിമയിൽ തുടങ്ങിയ കാലം മുതലുള്ളൊരു പരിചയവും അടുപ്പവും അദ്ദേഹമായിട്ടുണ്ട്. അദ്ദേഹം ആദ്യം ഛായാഗ്രാഹകനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കാലം ഞാൻ ഓർത്തെടുക്കുകയാണ്. അരവിന്ദേട്ടൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്ത, കാഞ്ചനസീതയൊക്കെ വർക്ക് ചെയ്യുന്ന കാലത്താണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അതിനുശേഷം എത്രയോ കാലം ഹരിഹരന്റെ കൂടെ നഗക്ഷതങ്ങൾ, പഞ്ചാഗ്നി അങ്ങനെയുള്ള സിനിമകളൊക്കെ ചെയ്യുന്ന ഒരു കാലം. അതിനുശേഷം അദ്ദേഹം സംവിധായകനായി പിറവി എന്ന് പറയുന്ന ഒരു ലോകോത്തര നിലവാരമുള്ള മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നായ പിറവി ഉണ്ടായി. അതൊരു ചരിത്രം തന്നെയായിരുന്നു അദ്ദേഹം സംവിധായകനായി വന്നതിന് ശേഷം. അദ്ദേഹം സംവിധാനം ചെയ്ത ഓരോ സിനിമകളും നോക്കിയാലും അന്തർദേശീയ തലത്തിൽ അദ്ദേഹത്തിന് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ സ്വം ആയാലും ശരി, വാനപ്രസ്ഥം ആയാലും ശരി, അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും, സംവിധാനം ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ അദ്ദേഹമായിട്ട് ഇടപഴകിയ ഒരു കാലം എന്ന് പറയുന്നത്, ഞാൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന സമയത്ത് അദ്ദേഹം KSFDC ചെയർമാനായിട്ട് വന്നു. ആ കാലങ്ങളിൽ ഒരുമിച്ച് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, സർക്കാരിന്റെ പദ്ധതികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. ഇത് മാത്രമല്ല, ഇപ്പൊ ഇന്നലെ തന്നെ ഞാൻ ഓർക്കുന്നത്, പുക്കാസ എന്ന് പറയുന്ന പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. അതിന്റെ സംസ്ഥാന സമ്മേളനമായിരുന്നു. അദ്ദേഹം അതിൽ പങ്കെടുക്കേണ്ടതായിരുന്നു. അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. നമുക്കറിയാം, അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം. അതിനു മുമ്പ് കഴിഞ്ഞ ഒരു മാസമായിട്ടുണ്ടാവുമായിരിക്കും, ദൂരദർശന്റെ ചലച്ചിത്ര അക്കാദമിയുടെ ടെലിവിഷൻ അവാർഡ് ഉണ്ടായിരുന്നു. ആ വേദിയിൽ അദ്ദേഹത്തിന് വയ്യാതിരുന്നിട്ട് പോലും അദ്ദേഹം ആ വേദിയിൽ വന്ന് ഓരോരുത്തർക്കും സമ്മാനം കൊടുക്കുമ്പോൾ അദ്ദേഹം ഓരോ തവണ എഴുന്നേൽക്കുകയൊക്കെ ചെയ്തു. പലപ്പോഴും ഞങ്ങളൊക്കെ പറഞ്ഞു, സാർ ഇരുന്നോളൂ, പക്ഷെ അദ്ദേഹം കേട്ടില്ല. അപ്പൊ ഊർജ്ജസ്വലനായി അദ്ദേഹത്തിന്റെ കാലം വരെ അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ഏത് ജോലിയായിരുന്നു അതിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ജോലി ചെയ്തൊരു മനുഷ്യനാണ്. നമ്മൾ കണ്ടതാണ്. JC ഡാനിയൽ അവാർഡ് വാങ്ങിക്കാൻ അദ്ദേഹം അവസാനമായിട്ട്, എനിക്ക് തോന്നുന്നു, ഒരു പബ്ലിക് അപ്പിയറൻസ് അതായിരുന്നിരിക്കാം. മലയാള സിനിമയുടെ പരമോന്നത ബഹുമതിയായ അത് നേടിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ദീർഘകാലത്തെ ചലച്ചിത്ര ജീവിതം, ചലച്ചിത്ര സംഭാവനകളെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം കടന്നുപോയിട്ടുള്ളത്. നമ്മൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കേണ്ടതെന്നുള്ളത് വിവിധ തലങ്ങളിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. നമുക്കിപ്പോൾ ഛായാഗ്രാഹകനായിട്ട് തുടങ്ങി സംവിധായകനായി, അതോടൊപ്പം തന്നെ അദ്ദേഹം ചലച്ചിത്ര അക്കാദമി എന്ന് പറയുന്ന സ്ഥാപനം, ആയിരിക്കും ഒരു പ്രസ്ഥാനം ഉണ്ടായത് തന്നെ അദ്ദേഹത്തിന്റെ ഒരു ദീർഘവീക്ഷണത്തിന്റെ ഭാഗമായിട്ടുള്ള കൂടിയാണ്. അദ്ദേഹം അതിൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങനെ ചലച്ചിത്രമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ നയരൂപീകരണ സമിതിയുടെ ചെയർമാനാണ് അദ്ദേഹം. അങ്ങനെ പല മേഖലകളിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെതായ ചിന്തകളിൽ ഉറച്ചു നിന്നിട്ടുള്ള ഒരു മനുഷ്യനാണ്. മനുഷ്യ സ്നേഹിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. എല്ലാവരോടും സ്നേഹത്തോടുകൂടിയും സൗമ്യമായും പെരുമാറുന്നത്. ഒരിക്കലും അദ്ദേഹം ശബ്ദമുയർത്തി എന്തെങ്കിലും ഒരു കാര്യം എവിടെയെങ്കിലും പറയുന്നതായിട്ട് നമ്മൾ ആരും കേട്ടിട്ടില്ല. മലയാള സിനിമ ഉള്ളിടത്തോളം കാലം ഷാജി കരുൺ എന്ന ചലച്ചിത്രകാരനെ ഓർക്കും എന്നുള്ളതാണ്. കാരണം ഒരു നവധാരയോടൊപ്പം സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. പൂലാബി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് സിനിമ കച്ചവടത്തിന് വേണ്ടിയിട്ട് പ്രാമുല്യമുള്ള സിനിമകളാണ് വേണ്ടതെന്നുള്ള ആ ധാരയോടൊപ്പം സഞ്ചരിക്കുകയും അതിന്റെ വക്താവായി ഉറച്ചു നിൽക്കുകയും ചെയ്തു. അവസാന കാലം വരെ ഉറച്ചു നിൽക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. കൈവയ്ക്കാത്ത മേഖലകളിൽ അദ്ദേഹം നാഷണൽ അവാർഡ് ജൂറിയുടെ ചെയർമാനായിരുന്നു, സംസ്ഥാന ജൂറിയുടെ ചെയർമാനായിരുന്നു. അങ്ങനെ ഏതൊക്കെ മേഖലയിലാണ് അദ്ദേഹം പ്രവർത്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും അദ്ദേഹം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച മഹാനായ ഒരു ചലച്ചിത്രകാരനെയാണ് മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. വലിയൊരു നഷ്ടം തന്നെയാണ്. വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ ഷാജിയേട്ടാന്ന് വിളിക്കുന്ന അങ്ങനെ ഒരു ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയാണ് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. വളരെ നന്ദി ശ്രീ കമൽ പ്രതികരിച്ചു.